സമുദായ ഉത്ഥാനത്തിന് എക്കാലത്തും ഉത്തേജകമാവുക വിദ്യാഭ്യാസമാണ്. അത് തിരിച്ചറിഞ്ഞാണ് സമസ്തയും സമുദായവും മുന്നോട്ടു പോയത്. വിദ്യാഭ്യാസത്തിൽ അനിവാര്യമായ പശ്ചാത്തലമുണ്ടായിരുന്നു. 1920-കൾക്ക് മുമ്പുള്ള സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. സ്ത്രീ പുരുഷ ഭേദമന്യേ അറിവിൻ്റെ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു മുസ്ലിമീങ്ങൾ. സാഹിത്യവും സർഗസാഹിത്യവും നല്ലതുപോലെ വഴങ്ങുന്നവർ. മലയാളത്തിന് ലിപിയില്ലാത്ത കാലത്ത് അറബി മലയാള ഭാഷ കൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവം തീർത്തു. ഇത് വിജ്ഞാനദാഹം കൊണ്ട് ഒരു ലിപി തന്നെ നിർമ്മിച്ചെടുത്ത കഥ. ആ ഭാഷയിൽ നിരവധി ഗ്രന്ഥങ്ങൾ, വിജ്ഞാനകോശങ്ങൾ, നിഘണ്ടുകൾ, കവിതകൾ എല്ലാം വിരചിതമായി. ഇതിനൊക്കെയും മുമ്പ് നിലവിലുണ്ടായിരുന്ന വട്ടെഴുത്തും കോലെഴുത്തുമെല്ലാം അഭ്യസിച്ചിരുന്നു പൂർവ്വ മുസ്ലിം സമുദായം. എന്നാൽ ജ്ഞാനപ്രക്രിയയുടെ ആദാനപ്രദാനങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അറബി മലയാള ഭാഷയിലൂടെയായിരുന്നു. അന്ന് മതഭൗതിക വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല. എല്ലാം മതപരമായിരുന്നു. വിദ്യാഭ്യാസത്തെ ഒന്നായി കണ്ട് മുന്നോട്ടു പോകാൻ പണ്ഡിതന്മാർക്ക് സാധിച്ചിരുന്നു. അറബി മലയാള ഭാഷയിലെ സർഗേതര സാഹിത്യങ്ങളും വളർച്ചയ്ക്ക് നിമിത്തമായതും ഈ നിലപാടായിരുന്നു. ഇങ്ങനെ സുന്ദരമായ പൂർവ്വ വിദ്യാഭ്യാസ വിപ്ലവ മുന്നേറ്റങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. ഈ സുന്ദരമായ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ മധുമുകർന്നു. ഇവിടുത്തെ സുഗന്ധം സമുദായം ആസ്വദിച്ചു. ഒന്നും ഒരുപാട് കാലം നീണ്ടുനിന്നില്ല. ശത്രുക്കൾക്ക് അപകടം മണുത്തറിഞ്ഞു. പുഷ്കലമായ ആ കാലം നിലനിന്നു പോകുന്നത് തങ്ങളുടെ അധിനിവേശ മോഹങ്ങളെ തകർക്കുമെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു കൊടും ചതി രൂപം കൊണ്ടു. മുസ്ലിം സമുദായത്തിൻ്റെ വൈജ്ഞാനിക മൂലധനമായിരുന്ന അറബി മലയാള ഭാഷയെ തകർക്കാൻ ശ്രമിച്ചു. ഒരളവ് അവർ വിജയം കണ്ടു. ക്രമേണ വളർന്നുവന്ന അപകർഷത സമുദായത്തെ ഒരുതരം സ്വയം പരിഹാസത്തിലേക്ക് തള്ളിവിട്ടു. തുർക്കി മുതൽ ഇന്തോനേഷ്യ വരെയുള്ള മുസ്ലിങ്ങൾ അവരുടെ ഭാഷകൾ എഴുതാൻ അറബി ലിപി ഉപയോഗിക്കുമ്പോഴാണ് അതേ അറബി ലിപിയിൽ ഭാഷ എഴുതിയതിൻ്റെ പേരിൽ സമുദായം അപഹസിക്കപ്പെട്ടത്. മുസ്ലിങ്ങൾക്ക് എല്ലാം നേടിക്കൊടുത്തത് അറബി ഭാഷയായിരുന്നു. സാഹിത്യം, വിദ്യാഭ്യാസം, മതഭക്തി, ദേശസ്നേഹം, വൈദ്യം, ശാസ്ത്രം, രാഷ്ട്രീയ അവബോധം എല്ലാം ആ ഭാഷയെ തന്നെ പുത്തൻവാദികളടക്കം ലക്ഷ്യം വെച്ചു. സാമ്രാജ്യത്വവും മതനവീകരണവാദവും ഇണചേർന്ന് മുസ്ലിംകളുടെ സ്വത്വത്തെ തകർത്തു. അവരുടെ സാഹിത്യശേഖരം കണ്ടുകെട്ടി. നിരവധി കൃതികൾ നിരോധിച്ചു. അനേകം ഗ്രന്ഥങ്ങൾ ചുട്ടുകരിച്ചു. അവിടെയൊന്നും അവസാനിച്ചില്ല. പുത്തൻ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് എഴുതി നൽകിയ മലയാള പുസ്തകങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ മതം പഠിക്കേണ്ടി വന്നു. ശരിയായ മതം എന്ന പേരിൽ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കിയ നശീകരണ നവോത്ഥാനക്കാരെ ഉപയോഗിച്ച് അത് നടപ്പിലാക്കിയ കഥ CN അഹമ്മദ് മൗലവി വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അറബി ഗ്രന്ഥങ്ങളും അറബി ലിപി എഴുതിയ ഗ്രന്ഥങ്ങളുമാണ് മുസ്ലിങ്ങളെ ഇത്രയധികം ആവേശം കൊള്ളിക്കുന്നതെന്ന് ബ്രിട്ടീഷുകാർ ഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ മലയാളത്തിൽ മതം പഠിപ്പിക്കണമെന്ന തീരുമാനത്തിലെത്തി. ഈ വഴിയിലെത്താൻ ബ്രിട്ടീഷുകാർ കണ്ടത് CN അഹമ്മദ് മൗലവിയായിരുന്നു. ഇതിലൂടെ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ ഭാഷ തകർത്തു. ഒരു മഹത്തായ ഭാഷയും വിജ്ഞാന സമ്പത്തും തകർന്നു പോയതിൽ യാതൊരുവിധ വിഷമവും തോന്നാത്ത വിധം മൗലവിമാരും യജമാന്മാരും ചേർന്ന് മുസ്ലിം മനസ്സ് പ്രക്ഷാളനം ചെയ്തു ശണ്ഡീകരിച്ചു. മലയാളത്തോടൊപ്പം മത നവീകരണ ആശയങ്ങൾ കയറ്റിവിടാനുള്ള അവസരങ്ങൾ ശത്രുക്കൾ പാഴാക്കിയിരുന്നില്ല. ഇത് ഉത്തമ സമൂഹത്തെ കുട്ടിച്ചോറാക്കിയ സമുദായത്തിൻ്റെ കഥ. അധ്യായം അവസാനിക്കുന്നില്ല. മുസ്ലിം സമുദായത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊണ്ടു. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അരങ്ങേറ്റ അത്തരമൊരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു. സമുദായത്തെ ഉയർത്തിയെടുക്കാൻ വിദ്യാഭ്യാസമാണ് ആവശ്യമെന്ന് സമസ്ത മനസ്സിലാക്കിയിരുന്നു. പുത്തൻവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച അറബി മലയാളത്തെ സമസ്ത മാറോട് ചേർത്ത് പിടിച്ചു. മദ്രസ പാഠപുസ്തകങ്ങൾ, ഗൈഡുകൾ, മുഅല്ലിം പരിശീലന പുസ്തകങ്ങൾ, അറ്റൻഡൻസ് രജിസ്റ്ററുകൾ വരെ അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. സമസ്ത ഇത് ഇന്നും പ്രസിദ്ധീകരിച്ചു വരുന്നു. ഇതേ സമയം മതയുക്തിവാദികൾ മിമ്പറിൽ മലയാളം കയറ്റി. പാഠപുസ്തകങ്ങളിൽ നിന്ന് അറബി മലയാളത്തെ അരിശത്തോടെ കുടഞ്ഞെറിഞ്ഞു. മതവിദ്യാഭ്യാസത്തെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് അടർത്തി. മതവും ഭൗതികമെന്ന ദ്വന്ദ്വങ്ങളെ സൃഷ്ടിച്ചെടുത്തതിന് പിന്നിലും വൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മതജ്ഞാനങ്ങളിൽ നിന്നും സമുദായം അകന്നു തുടങ്ങി.
സമസ്തക്ക് മുൻഗണനാക്രമം പാലിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആ ചരിത്ര ദൗത്യം അവർ നിർവഹിച്ചത്. ലോകത്തെവിടെയും ഇല്ലാത്ത വിധം സമഗ്രമായിരുന്നു അത്. അതിരാവിലെ കുളിച്ചൊരുങ്ങി മദ്രസയിലേക്കും തുടർന്ന് സ്കൂളിലേക്കും സഞ്ചരിക്കുന്നത് ഒരു സംസ്കാരമായോ സമ്പ്രദായമായോ രൂപപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ. ഭൗതിക സൗകര്യങ്ങൾ, ക്ലാസ് റൂമുകൾ, കരിക്കുലം, സിലബസ്, പുസ്തകങ്ങൾ, പരീക്ഷകൾ, പൊതുപരീക്ഷകൾ, ഉപരിവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിരുദാനന്ത ബിരുദ പഠന കേന്ദ്രങ്ങൾ തുടങ്ങി അറ്റമില്ലാത്ത നേട്ടങ്ങൾ തന്നെയുണ്ടാക്കി സമസ്ത. 100 പ്രകാശവർഷങ്ങൾ പിന്നിടുന്ന സമസ്തയുടെ ജൈത്രയാത്രയെ സമ്പന്നമാക്കുന്നത് വിദ്യാഭ്യാസ വിപ്ലവങ്ങളാണ്. അവകളിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളാണ്. കൃത്യമായ ആസൂത്രണങ്ങളോടെ സിലബസുകളും ടെക്സ്റ്റ് ബുക്കുകളുമെല്ലാം സാധ്യമാക്കുന്നതായിരുന്നു ഈ പദ്ധതി. കേരളമടക്കം 22 സംസ്ഥാനങ്ങളിലായി 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ ഒരു സംവിധാനത്തിന് കീഴിൽ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്. 10,222 വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്തും സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഭാഗമാണ്. കൃത്യമായ പരിശീലനങ്ങൾ നൽകിയ അധ്യാപകർ, മുഫത്തിഷുകൾ, ട്രെയിനർമാർ തുടങ്ങി സിസ്റ്റമാറ്റിക് പ്രവർത്തനങ്ങൾ എന്നും ശ്രദ്ധേയമാണ്. പ്രശംസനീയമാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഉത്തരേന്ത്യൻ പ്രവർത്തനങ്ങൾ. ചില കാഴ്ചകൾ കാണാം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ പച്ചയായ ജീവിതങ്ങൾ. ഇവിടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വിദ്യാഭ്യാസ വിത്തുകൾ മുളപ്പിക്കുകയാണ്. നിലവിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഉത്തരേന്ത്യൻ ചലനങ്ങൾ ശക്തമാണ്. 300 പാഠപുസ്തകങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പഠനവിധേയമാകുന്നത്. അറബി മലയാളം കൂടാതെ കേരളക്കാരല്ലാത്തവരെയും പരിഗണിച്ച് തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ തുടങ്ങി 9 ഭാഷകളിൽ സുന്നി പാഠപുസ്തകങ്ങൾ പഠനവിധേയമാണ്. 1 മുതൽ +2 വരെ നീണ്ടു നിൽക്കുന്ന മദ്രസ പഠനത്തിനു ശേഷം ഭൗതിക സമന്വയ വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സംവിധാനം ശ്രദ്ധേയമാണ്. ആസൂത്രണപൂർവ്വം തയ്യാർ ചെയ്ത സിലബസുകൾ, കരിക്കുലം, അധ്യാപകർ എല്ലാം ജാമിഅത്തുൽ ഹിന്ദിൻ്റെ പ്രത്യേകതകളാണ്. ഇനിയുമുണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവ കഥകൾ. സമസ്തയുടെ കീഴിൽ ഇന്ത്യയിലും പുറത്തുമായുള്ള മതബോധിക സമന്വയ സ്ഥാപനങ്ങൾ വൈജ്ഞാനിക ഭൂപടത്തിലെ നാഴികക്കല്ലുകളാണ്. ദഅവ കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ തുടങ്ങി വ്യത്യസ്തമായ വൈജ്ഞാനിക ആവിഷ്കാരങ്ങൾ. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആഗോള ശ്രദ്ധേയമായ മർക്കസ് നോളജ് സിറ്റി. ഈ വൈജ്ഞാനിക നഗരത്തിൽ സാധ്യമാക്കിയ വിപ്ലവങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ പദ്ധതികളാണ്. മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരെ നീണ്ടുകിടക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ വരച്ചുകാട്ടിയ വൈജ്ഞാനിക ഭൂപടമാണിവിടെ ഹ്രസ്വമായി വരച്ചുകാട്ടിയത്.